ഹലോ വ്യൂവേഴ്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് 500 ഓ 350യുടെ ബാക്ക് സീറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 17 സൈസിൻ്റെ ഒരു റിംഗ് സ്പാനറാണ്. നമ്മളുടെ വണ്ടിയുടെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അഴിച്ചു മാറ്റാറുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഊരാൻ പറ്റുന്നുണ്ട്. അല്ലാത്തുള്ളവർക്ക് കുറച്ച് ടഫ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഊരെടുക്കാൻ പറ്റുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്തെടുക്കേണ്ടത്. റൈറ്റ് സൈഡിലും അതുപോലത്തെ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് 17 സൈസിൻ്റെ റിംഗ് സ്പാനർ വെച്ചുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിട്ടാണ് ഗ്രാബ് റെയിൽസ് ആഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഞങ്ങൾക്ക് ലുക്ക് വൈസ് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗ്രാബ് റെയിൽസ് കൂടെ റിമൂവ് ചെയ്യുകയാണ്. 12 സൈസിൻ്റെ സ്പാനറും 12 സൈസിൻ്റെ റിംഗ് സ്പാനറുമാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. 12 സൈസിൻ്റെ സ്പാനർ നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി ഒരു സൈഡിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് 12 സൈസിൻ്റെ റിംഗ് സ്പാനർ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ലൂസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഇങ്ങനെ റിമൂവ് ചെയ്യുകയും റീഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഊരി വരുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുന്നവർക്ക് കുറച്ച് ടഫായിരിക്കും. മെയിനായിട്ട് നട്ട്സ് ഒന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് മിസ്സാവാൻ നോക്കും. പിന്നുള്ളത് സ്ട്രെയിറ്റ് റോഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പുഷ് ചെയ്ത് റിമൂവ് ചെയ്യാന്നുള്ളൊരു ടാസ്ക്കാണുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റ് നൈസായിട്ട് ബാക്കിലോട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. സിംഗിൾ സീറ്റ് വെച്ച് ബാക്കി നട്ട്സ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നേരത്തേക്കും വാഷർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 15 സൈസിൻ്റെ സ്പാനറും 17 സൈസിൻ്റെ റിംഗ് സ്പാനറുമാണ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നേരം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ടൈറ്റ് ചെയ്യാൻ നേരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രെഡ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതെ അതിന് വേണ്ട അളവിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലും സെയിം മെത്തേഡ് തന്നെയാണ്. 15 സൈസിൻ്റെ തന്നെ സ്പാനറും അതുപോലെ തന്നെ 17 സൈസിൻ്റെ റിംഗ് സ്പാനറുമാണ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം വീണ്ടും നമ്മൾ എടുത്തു പറയുന്ന വേറൊന്നും കൊണ്ടല്ല, അത് ഓവർ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ത്രെഡ് പോയിരിക്കേണ്ട കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റി അങ്ങനെ അതിൻ്റെ ത്രെഡ് പോയി. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കറക്റ്റ് ഫിറ്റ്നസ് വെച്ച് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യും.